ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കാലവർഷം കേരളത്തിലെത്തി ഒരു മാസം തികയുമ്പോൾ സംസ്ഥാനത്ത് 53% അധിക മഴ ലഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. മെയ് 24-നായിരുന്നു കാലവർഷം കേരളത്തിൽ എത്തിയതായി കാലാവസ്ഥാ വിഭാഗം സ്ഥിരീകരിച്ചിരുന്നത്. പതിവുപോലെ കൂടുതൽ മഴ ലഭിച്ചത് വടക്കൻ ജില്ലകളിലാണ്. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ കണക്ക് പ്രകാരം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. 1432 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ജലസേചന വകുപ്പിന്റെ കണക്ക് പ്രകാരം കാസർകോട് ജില്ലയിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1647 മില്ലിമീറ്റർ മഴ ജില്ലയിൽ ലഭിച്ചു. യാഥാർത്ഥ്യവുമായി കൂടുതൽ അടുപ്പം ജലസേചന വകുപ്പിന്റെ കണക്കിനാണ്. ഈ ഒരു മാസത്തിലെ 17 ദിവസവും സംസ്ഥാനത്ത് ശരാശരിയിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. കാലവർഷം സംസ്ഥാനത്തെത്തിയ മെയ് 24 മുതൽ 31 വരെ മാത്രം പെയ്തത് 440% അധിക മഴയാണ്. 440 മില്ലിമീറ്റർ മഴ ലഭിച്ചതായി കാലാവസ്ഥാ വിഭാഗവും 593 മില്ലിമീറ്റർ ലഭിച്ചതായി ജലസേചന വകുപ്പും പറയുന്നു. അതോടൊപ്പം മണിക്കൂറിൽ 70 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റും ഈ കാലയളവിൽ അനുഭവപ്പെട്ടു. ശേഷമുള്ള 10 ദിവസം ദുർബലമായ കാലവർഷം 11-ന് ശേഷം വീണ്ടും ശക്തമായി. 16-ഓടെ വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്നതുപോലെ കാലവർഷത്തിൽ ഇടിമിന്നൽ ഇത്തവണയും തുടരുന്നുണ്ട്. മെയ് 24 മുതലുള്ള കണക്ക് പ്രകാരം കണ്ണൂർ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ മിന്നൽ രേഖപ്പെടുത്തിയത്. വേനൽമഴയിൽ നിന്നും തുലാമഴയിൽ നിന്നും വ്യത്യസ്തമായി രാവിലെയാണ് കൂടുതൽ മിന്നലുകൾ ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.